വൈക്കത്തെ ആവേശോജ്വലമായ സ്വീകരണത്തിനു ശേഷം വൈകുന്നേരം 4 മണിയോടെ സമത്വ മുന്നേറ്റ യാത്ര പുന്നപ്രയിൽ എത്തി. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വൻ ജനമുന്നേറ്റത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മറുപടിയായി ആയിരങ്ങളാണ് ആവേശം വിതറി പുന്നപ്രയിൽ എത്തിച്ചേർന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കണ്ണീർ ഒപ്പാൻ നിൽക്കേണ്ടതിന് പകരം അവരുടെ കണ്ണീർ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തില്ലേ? കയർ ഫാക്ടറിക്കാർക്ക് വേണ്ടി ചെയ്തു, ചെത്തകർക്ക് വേണ്ടി എന്ത് ചെയ്തു? ആലപ്പുഴ, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളെ പറ്റി പറയുമ്പോൾ ഈ ഭാഗ തൊഴിലാളികൾ എന്തുമാത്രം ഉണ്ടായത്, അവരുടെ സ്ഥിതി എന്ത്? ആ വ്യവസായം തകർന്ന് തരിപ്പണമായിട്ട് പോലും അതിനെ നിലനിർത്താനോ സംരക്ഷിക്കുവാനോ പെൻഷൻ എന്തുണ്ട്? തൊഴിലാളി പെൻഷൻ നാമമാത്രമായില്ല. മുഖ്യക്ക് എത്ര രൂപ കൊടുക്കാൻ ഇതിന് കൊടുത്ത് പാലോളി കമ്മിറ്റി വെച്ച് എത്ര രൂപ കൊടുക്കാം? 1000 രൂപ ന്യൂനപക്ഷ കുട്ടികൾക്ക് പെൻഷൻ അവർക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കുമ്പോൾ മറ്റ് പട്ടികജാതിക്ക് 250 എന്തൊരു കഷ്ടമാണ്. ഇടതുപക്ഷം വന്നപ്പോ ചെയ്തതാണ്. ആ പക്ഷം ഏത് പക്ഷത്താണ്? ഓരോന്ന് തോന്നിയ ഡിവൈഎഫ്ഐ പല ആളും അറിഞ്ഞോ ഇതിന്റെ കുറെ മെട്രോയിൽ ഭയങ്കരം പോയി അങ്ങോട്ടേക്കുണ്ട് നമ്മളെ വിളിക്കാൻ തെറി എന്നെ പറയാൻ എന്നെ തെറി പറയാൻ മാത്രമേ നമ്മുടെ തെറി അത് കഴിഞ്ഞ് ആഘോഷിച്ചു. മറ്റു ഞാനും നമ്മുടെ സത്യങ്ങൾ പറയണ്ടേ? മാത്രമല്ല ഒരു വളരെ വലിയ രീതിയിൽ ആഘോഷിച്ച പുന്നപ്രവ സഖാവ് കിഷോറ സ്നാനം തകർന്നില്ല. ഒരു വിപ്ലവ നേതാവ് കേരളത്തിൽ വിപ്ലവം നടത്താൻ വേണ്ടി വളരെ പ്രതിഷേധിക്കുന്ന വിപ്ലവ നേതാവ് തകർത്തിട്ട് ഇതുവരെ കണ്ടുപിടിച്ചു. അത് CBIക്കുള്ള പരാതി അപ്പൊ കള്ളൻ കപ്പൽ തന്നെ ഇരിക്കുന്നതല്ലേ? ആദർശം എന്ന് പറഞ്ഞ എല്ലാം വീട്ടിൽ വെച്ചിരിക്കുക. ഒന്നും നമ്മൾ നന്നാക്കാൻ എന്ത് ചെയ്യുന്നു? 10 സെന്റ് പദവും വാട്ടവും കാലവും നമ്മളെല്ലാം ലഭ്യങ്ങളാക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ആ 10 സെന്റ് കിടന്ന തടഞ്ഞ വീട് വയ്ക്കാനില്ലാത്ത എത്രയോ പാവങ്ങളാണ് ഈ നാട്ടിൽ നിന്ന് കേരളം എമ്പാടുമുണ്ട്. അവർക്ക് വീട് വയ്ക്കാൻ എന്തു സഹായം ചെയ്യാനാണ്? ഒരു കർമ്മ പദ്ധതി പറയട്ടെ. ഞങ്ങൾക്ക് ഭരണത്തിൽ കർമ്മ പദ്ധതി പറയാം. ആ വീടില്ലാത്ത ജാതി മതവും വന്ന് നോക്കാതെ അവർക്ക് വീട് വെച്ച് താക്കോലുകൾ കൊടുക്കും. അതല്ലാതെ ഇപ്പൊ ചെയ്യുന്ന ചതികൊണ്ടാണ് നിങ്ങൾ തരാം. പാർട്ടിക്കാരെല്ലാം മുറയിടുന്ന കഥ കഴിയുമ്പോൾ ആദ്യത്തെ ഇഷ്ടമെന്ന് ഉള്ളവരെ വിളിച്ചു വെച്ച് ഇഷ്ടമെന്ന് ആദ്യം കിട്ടി. അത് അടിത്തറ കെട്ടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പണി പോകും. അടിത്തറ പൊളിഞ്ഞുണ്ട്. പിന്നെ കെട്ടാൻ പോയി വെക്കാതെ ഉണ്ടായിരുന്നതുമില്ല, പിന്നെ ഒട്ടും ഉണ്ടാക്കാനും വെക്കാത്ത ഈ ദുരവസ്ഥയല്ലേ സത്യമല്ലേ? നിങ്ങൾ കൈയടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം തട്ടിയാണ് നിങ്ങൾ കൈയടിക്കുന്നത്. എനിക്കറിയാം. ഞാൻ 100 അനുഭവമുണ്ട്. ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ വീട് കഴിഞ്ഞ് കയറുന്ന ആളുകളുടെ അപേക്ഷയാണ് എനിക്ക് കേൾക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഈ ഇടത് വലത് രാഷ്ട്രീയക്കാരെന്തിയാണ് ഉള്ളവന് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാറില്ലേ? ഇവരെല്ലാം ശ്രമിക്കുന്നത്. ഇതാണോ ശരി? ഇവിടെ കയർ ഫാക്ടറി തൊഴിലില്ല. അവർ കയർ ഫാക്ടറി തൊഴിലാളി പെൻഷൻ എന്താ കുട്ടികളുണ്ടാകുന്നത്? ഇവിടെ മറ്റു സമുദായക്കാർക്ക് 4000 രൂപ വരെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. കയർ ഫാക്ടറി തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്താൽ എന്താണ്? അവന്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ
അല്ലെങ്കിൽ രോഗത്തെ ബാധിച്ച് ക്ഷയരോഗികളായിരിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യം വരുമ്പോൾ പോലും ഗവൺമെന്റ് എന്ത് താല്പര്യമുണ്ട്. ഈ വിപ്ലവ പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിയൻ പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പാർട്ടി വിപ്ലവ പാർട്ടി അവരൊന്നും കാണുന്നില്ല. അവരെല്ലാം വളരെ സുഖവാന്മാരായിട്ടാണ്. ഞാനാകെ ഒരു കേരളനാണ്, ഒരു മഹാഭാരതം വന്നത് ഫോട്ടോ എടുത്തിട്ട് 1.5 കോടി ഉണ്ടെന്നാണ് കൈരളി പറഞ്ഞത്. ഏതായാലും കൈരളിയോട് ഞാൻ പറയുന്നത്, ഇപ്പൊ അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് 20 ലക്ഷം ആണ് ആദ്യം, ഇപ്പൊ 12 ലക്ഷം വരെ ആയിട്ടുണ്ട്. തന്നാണ് കൊടുക്കാനാണ്. ഇങ്ങനെ പച്ചക്കള്ളം പച്ചയായി പറഞ്ഞു പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജനമനസ്സുകളെ ചതിക്കുഴിയുണ്ട്. എത്ര നാളായി ഇന്നത്തെ ചെറുപ്പക്കാരുടെ പാർട്ടികളുണ്ടോ? എന്താ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പാർട്ടിയില്ലാത്തത്? അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷയുമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുകൂടി അടുത്തവർക്ക് കിട്ടിയ അനുഭവം എന്താണ്? അവർക്ക് ജീവിതത്തിൽ ഒരു മാർഗം വഴിമുട്ടി സംരക്ഷിക്കുവാനുള്ള യാതൊരു കർമ്മവും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ചെയ്യുന്നില്ല. ഉള്ളവർക്ക് കൂടുതലുണ്ടാകും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്തുക. രണ്ട് മുന്നണികളും മത്സരിക്കരുത്. ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് സഹായം. മാത്രമല്ല, എന്നെ ജയിലിലാക്കാൻ എഴുതി കൊടുക്കുന്നവരാണ് ഇവിടുത്തെ KPCC പ്രസിഡന്റും MLA പ്രധാനമന്ത്രിയോട് എഴുതി കൊടുക്കുന്നത്. അവരുടെ പരാതികളെടുത്താണ് എന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ഞാനായിട്ട് കേസെടുത്തത്. എടുക്കട്ടെ, ഞാൻ ഈ വലിയ വെടിക്കെട്ടുകാരല്ല, ചെറിയ ലക്ഷക്കണക്കിന് പാവങ്ങളുണ്ട്. ആലപ്പുഴക്കാരില്ലേ ഇത് മതിയല്ലെങ്കിൽ ഈ ജനങ്ങളുടെ വികാരം പറയുള്ളൂ. ഈ സുധീരൻ ആരാണ്? കൽത്തുറുങ്കുകൾക്കും ഭരണകൂട ഭീഷണികൾക്കും തന്റെ ഇച്ഛാശക്തിയെ തകർക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന സമത്വ മുന്നേറ്റ യാത്ര അനുനിമിഷം ശക്തി പ്രാപിക്കുന്നതായാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. വൈക്കത്തെയും പുന്നപ്രയിലെയും ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നു രാവിലെ സമത്വ മുന്നേറ്റ യാത്ര മാവേലിക്കരയിൽ എത്തി. മാവേലിക്കരയിലെയും ചെങ്ങന്നൂരിലെയും സ്വീകരണ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ജയ് ഭാരത്.